പാകിസ്ഥാനിൽ വീണ്ടും ഒരു പട്ടാള അട്ടിമറിക്കുള്ള സാധ്യത ശക്തമാകുന്നതായി എയർപോർട്ട്. സാമ്പത്തിക തകർച്ച ബലൂചിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഖൈബർ പഖ്തൂൺഖ്വയിലെയും വിമത നീക്കങ്ങൾ, ഭരണവിരുദ്ധ വികാരം, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം തുടങ്ങി കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ പാകിസ്ഥാൻ കടന്നുപോകുന്നതിനിടെയാണ് സൈനിക അട്ടിമറി റിപ്പോർട്ട് പുറത്തുവരുന്നത്. പാകിസ്ഥാനിലെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്നുവെന്നും പഴയ പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുടെ പ്രസ്താവന അട്ടിമറിക്ക് കളമൊരുങ്ങുന്നതിന്റെ സൂചനയായി നിരീക്ഷകർ കാണുന്നു. പാക് ഭരണത്തിലാകെ പിടിമുറുക്കിയ സർവാധികാരി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ ഏറ്റവും വിശ്വസ്തനും വക്താവുമായാണ് മൊഹസിൻ നഖ്വി അറിയപ്പെടുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ ശക്തമാകവേ ഭക്ഷണവും വൈദ്യുതിയും ആവശ്യപ്പെട്ട് പാക് അധീന കശ്മീരിൽ ജനകീയ പ്രക്ഷോഭം ശക്തമാണ്. സൈന്യത്തിന്റെ വെടിവയ്പിലും മറ്റുമായി 80-ലേറെ പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിൽ അഞ്ചാമതൊരു സൈനിക അട്ടിമറി നടക്കുമോ എന്ന് ഉറ്റുനോക്കി ലോകവും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഭക്ഷണവും വൈദ്യുതിയുമാണ്. എന്നാൽ പാക് സർക്കാർ ഞങ്ങൾക്ക് പകരം തരുന്നത് വെടിയുണ്ടകളും. പാക് അധിനിവേശ കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിൽ പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു യുവാവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിത ജീവിതം വരച്ചുകാട്ടുന്നു. പാക് അധിനിവേശ കശ്മീരിൽ വിലക്കയറ്റത്തിനും അമിതമായ വൈദ്യുതി നിരക്കിനുമെതിരെ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. വിവിധ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 മാസമായി ഈ പ്രതിഷേധം തുടരുകയാണ്. ഭരണകൂടം പ്രചരിപ്പിക്കുന്നതുപോലെ തങ്ങൾ ഭീകരവാദികളല്ലെന്നാണ് പ്രതിഷേധക്കാർ വിളിച്ചു പറയുന്നത്. പട്ടിണി മാറ്റാൻ ആവശ്യമായ കുറഞ്ഞ നിരക്കിലുള്ള ഗോതമ്പ് പൊടിക്കും വൈദ്യുതിക്കും അടിസ്ഥാന അവകാശങ്ങൾക്കും വേണ്ടിയാണ് പോരാടുന്നതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ജനങ്ങളോട് കൂട്ടമായി ഒത്തുചേരാൻ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തതിന് പിന്നാലെ റാവൽകോട്ടിൽ സാഹചര്യം ഗുരുതരമാണ്. മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഷേധ റാലികളും വാഹനവ്യൂഹങ്ങളും റാവൽകോട്ട് നഗരത്തിലേക്ക് കേന്ദ്രീകരിക്കണമെന്ന് കമ്മിറ്റി കോർ മെമ്പർ ഖാജ മെഹ്റാൻ പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടതോടെ മേഖല അത്യന്തം സംഘർഷഭരിതമായി. നിലവിൽ റാവൽകോട്ടയിലെ ഡി ചൌക്കിന്റെ നിയന്ത്രണം പ്രതിഷേധക്കാർ ഏറ്റെടുത്തതായും ഉടൻ തന്നെ കൂടുതൽ ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്നും മെഹ്റാൻ പറഞ്ഞു. അവകാശങ്ങൾ നേടിയെടുക്കാൻ നെഞ്ചുവിരിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും ലക്ഷ്യം നേടിയെടുക്കും വരെ ജനകീയ മുന്നേറ്റത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നും മെഹ്റാൻ ആഹ്വാനം ചെയ്തു. റാവൽകോട്ടിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പാക് സുരക്ഷാ സേനയോട് ഉടൻ നഗരം വിട്ടുപോകാൻ പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു. തങ്ങളുടെ സമരം ഏതെങ്കിലും പ്രത്യേക സ്ഥാപനത്തിനെതിരല്ല എന്നും മറിച്ച് മൗലികാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായുള്ള നിയമാനുസൃതമായ പോരാട്ടമാണെന്നും ഖാജ മെഹ്റാൻ വ്യക്തമാക്കി. നിയമപരമായ മാർഗങ്ങളിലൂടെ അടിസ്ഥാന അവകാശങ്ങൾക്കായി മാത്രമാണ് തങ്ങൾ തെരുവിലിറങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 27 നടന്ന പ്രതിഷേധ മാർച്ചിൽ 5000-ഓളം ആളുകളാണ് റാവൽകോട്ട് നഗരത്തിലേക്ക് നീങ്ങിയത്. പ്രതിഷേധക്കാരെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞ അധികൃതർ അവർക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെപ്പ് നടത്തിയതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിക്കുന്നു. എന്നാൽ നിരോധിക്കപ്പെട്ട ആയുധധാരികളായ സംഘങ്ങൾ സുരക്ഷാ സേനയ്ക്കു നേരെ ആദ്യം വെടിയുതിർത്തുവെന്നും അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വാദം. സംഘർഷങ്ങളിൽ ഇരയായവരിൽ ഭൂരിഭാഗവും 15-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ്. പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ നൽകാൻ പോലും സാധിക്കാത്ത തരത്തിൽ പ്രവിശ്യയിൽ ആരോഗ്യ സംവിധാനങ്ങൾ തകർന്നിരിക്കുകയാണ്. വെടിയേറ്റ് നിരവധി ആളുകളാണ് ചികിത്സ തേടിയെത്തുന്നത്. ഗുരുതര പരുക്കുള്ളവർക്ക് മെച്ചപ്പെട്ട ആശുപത്രി സഹായം ആവശ്യമാണെങ്കിലും അവിടെ എത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയമാണ്. ഈ സാഹചര്യത്തിൽ സൗകര്യങ്ങൾ പരിമിതമായ താൽക്കാലിക ക്ലിനിക്കുകളെ പരിക്കേറ്റവർ ആശ്രയിക്കുന്നത് ജീവനു തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ 12 സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷങ്ങൾ ഇത്രത്തോളം രൂക്ഷമാകാൻ കാരണമായത്. ഈ സീറ്റുകളിൽ കൃത്രിമം കാണിക്കുന്നുവെന്നും തങ്ങൾക്കിഷ്ടപ്പെട്ട പ്രധാനമന്ത്രിയെ വാഴിക്കാനാണ് അധികൃതരുടെ ശ്രമമെന്നും പ്രക്ഷോഭകാരികൾ ആരോപിക്കുന്നു. ജമ്മു കശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള ഈ സീറ്റുകൾ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള മറയാക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആക്ഷേപം. സുരക്ഷാ കാരണങ്ങളാൽ 3 ഘട്ടങ്ങളായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓഗസ്റ്റ് 10-ന് നിശ്ചയിച്ചിട്ടുള്ള 3ാം ഘട്ട വോട്ടെടുപ്പ് ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ നടക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.
മേഖലയിലെ 45 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ബാങ്കിംഗ്, ഗതാഗതം, ഇന്റർനെറ്റ് സേവനങ്ങൾ എന്നിവ നിലവിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ പ്രാദേശിക സർക്കാർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ നിരോധിച്ചതോടെയാണ് പ്രതിഷേധം കൂടുതൽ അക്രമാസക്തമായത്. സുരക്ഷാ കാരണങ്ങളാൽ 3 ഘട്ടങ്ങളായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നതിനിടെ മാധ്യമങ്ങൾക്കുമേലും കടുത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പാക് സർക്കാർ. അൽ ജസീറ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വാർത്താ മാധ്യമങ്ങൾക്കാണ് വിലക്കേർപ്പെടുത്തിയത്. പാക് അധിനിവേശ കശ്മീരിലെ പ്രതിഷേധങ്ങളും സുരക്ഷാ സേനയുടെ അടിച്ചമർത്തലുകളും നിരന്തരം പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഡിജിറ്റൽ സെൻസർഷിപ്പ് ശക്തമാക്കാൻ സർക്കാർ മുന്നോട്ടിറങ്ങിയത്. അൽ ജസീറ പക്ഷപാതപരമായ വാർത്തകളാണ് നൽകുന്നതെന്നാണ് പാകിസ്ഥാൻ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ആരോപണം. പാക് സുരക്ഷാ സേനയുടെ ക്രൂരതകൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയാണ്. തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കും റാവൽപിണ്ടിയിലേക്കും പ്രതിഷേധം